السلام عليكم ورحمة الله وبركاته. الحمد لله القائل بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സദസ്യരെ, ഈ അക്കാഡമിക് സെമിനാറിൽ ഈ വിനീതന് ലഭിച്ചിട്ടുള്ള വിഷയം ബലിപ്പെരുന്നാൾ ആഘോഷം എന്നുള്ളതാണ്. പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനിരിക്കെ എൻ്റെ ഈ സെമിനാർ നിങ്ങൾക്ക് മുമ്പിൽ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നതാണ്. 1, എന്തിനാണ് ബലിപ്പെരുന്നാൾ? 2, എങ്ങനെയാവണം ബലിപ്പെരുന്നാൾ? 3, എങ്ങനെയാവരുത് ബലിപ്പെരുന്നാൾ? ത്യാഗസന്നദ്ധതയുടെയും അനുസരണശീലത്തിൻ്റെയും യഥാർത്ഥ കാൽപ്പാടുകളുമായി സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും യഥാർത്ഥ പാഠങ്ങളുമായി ആണ്ടുതോറും ഈദുൽ അദ്ഹ ദിനവും ദുൽഹിജ്ജ മാസവും നമ്മെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഏതാണ്ട് 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള സംഭവ ബഹുലമായ ചില ചരിത്രങ്ങളുടെ പാവന സ്മരണകളെയാണല്ലോ വലിയ പെരുന്നാൾ സുദിനം നമ്മുടെ മനോമുകുരത്തിൽ അങ്കുരിപ്പിക്കുന്നത്. പല വിധത്തിലുള്ള പുണ്യമേറിയ അമലുകളും ദിവസങ്ങളും നിക്ഷിപ്തമാണെന്ന കാരണത്താൽ തന്നെ ദുൽഹിജ്ജ മാസം വളരെയേറെ പ്രധാനമർഹിക്കുന്ന മാസമാണ്. പരിശുദ്ധവും പരിഭാവനവുമായ ദീനുൽ ഇസ്ലാമിൻ്റെ അനിവാര്യ പഞ്ചമഹാസ്തംഭങ്ങളിലൊന്നായ ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാന അമലുകളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് ഈ മാസത്തിലാണെന്നത് തന്നെ മതി ദുൽഹിജ്ജയുടെ പവിത്രതയും ശ്രേഷ്ഠതയും മനസ്സിലാക്കാൻ. അനന്തവിസ്തൃതമായ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ അധിവസിക്കുന്ന പരസ്പരം യാതൊരു അറിവും പരിചയവുമില്ലാത്ത രാജാവെന്നോ പ്രജയെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ വ്യത്യാസമില്ലാത്ത ഒരു തരം വർഗ വിവേചനവുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് സത്യവിശ്വാസികൾ ഒരൊറ്റ ശരീരം പോലെയാണെന്ന പ്രവാചക പ്രഭുവിൻ്റെ തിരുവചനത്തെ സാക്ഷാത്കരിക്കുന്ന മഹോന്നതമായ അറഫ ദിവസം കുടികൊള്ളുന്നതും ഈ ദുൽഹിജ്ജ മാസത്തിൽ തന്നെയാണ്. ദുൽഹിജ്ജ മാസത്തിലെ ഈ പവിത്രമാർന്ന ദിനത്തിലും അതിൻ്റെ രാത്രിയിലും കോടാനുകോടി നരകശിക്ഷ അനുഭവിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുമെന്നും ശൈത്താൻ ഇന്നേ ദിവസം വിഷണ്ണനും പരിഭ്രാന്ത ചിത്തനുമാകുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തതായി നമുക്ക് കാണാം. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹ പേമാരികൾ മുസ്ലിം സമുദായത്തിൻ്റെ മേൽ വർഷിപ്പിച്ച സർവ്വലോക രക്ഷിതാവിൻ്റെ നിഅമത്തുകളിൽ അനുഗ്രഹം പ്രകടിപ്പിക്കുക, അവനിക്ക് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നതാണ് ബലിപ്പെരുന്നാൾ സുദിനത്തിൻ്റെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകടനം തന്നെയാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ ബലിപ്പെരുന്നാൾ സുദിനം. അതിനുള്ള നന്ദി പ്രകടനമായിരിക്കണം നമ്മുടെ ആഘോഷം. ഇതാണ് എന്തിനാണ് ബലിപ്പെരുന്നാൾ. 2, എങ്ങനെയായിരിക്കണം നമ്മുടെ ബലിപ്പെരുന്നാൾ. ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ആദ്യവാരം മുഴുവൻ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ 10 ദിവസങ്ങളിൽ, ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളിൽ സ്വാലിഹായ അമലുകൾ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിങ്കിൽ തൃപ്തികരമായ മറ്റൊരു ദിനവുമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അറഫ ദിവസത്തിൻ്റെയും അതുപോലെ അതിൻ്റെ രാവിൻ്റെയും പവിത്രതകൾ അറിയിക്കുന്ന ശ്രേഷ്ഠതകളെ വിളിച്ചോതുന്ന ഹദീസുകൾ പരിശോധിച്ചാൽ സമയം ഒരുപാട് ദീർഘിച്ചു പോകും. ഹാജിമാർ അവരുടെ ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാന ഘടകമായ അറഫയിൽ ഹാജരാകുന്നത് ദുൽഹിജ്ജ 9-നാണല്ലോ. തന്മൂലമാണ് ആ ദിവസത്തിന് അറഫ നാൾ യൗമു അറഫ എന്ന പേര് ലഭിച്ചതത്രേ.
ഏതു പ്രദേശത്തുകാരും ദുൽഹിജ്ജ 9 ഏത് ദിനത്തെയാണോ പരിഗണിക്കുന്നത്, മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഏത് ദിവസത്തെയാണോ അവലംബിക്കുന്നതെങ്കിൽ അതാണ് അറഫ ദിവസം. അന്നാണ് അവർ അറഫ നോമ്പ് നോൽക്കേണ്ടതും. അല്ലാതെ ചില അല്പജ്ഞാനികൾ പറയും പോലെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസത്തെ അടിസ്ഥാനമാക്കിയല്ല. അറഫ ദിവസത്തിൻ്റെ നോമ്പിനെ കുറിച്ച് ഹബീബായ തങ്ങൾ പറയുന്നു, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾക്ക് അറഫ നോമ്പ് പരിഹാരമാണ്. ഉറക്കമൊഴിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട രാവുകളെ എണ്ണിയ കൂട്ടത്തിൽ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജ 9-നെയും 10-ന്റെയും രാവുകളെ പ്രത്യേകം എണ്ണിയതായി നമുക്ക് കാണാം. ഷാഫിഈ മദ്ഹബിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫ ദിവസവും, പിന്നെ വെള്ളിയാഴ്ച ദിവസവും, പിന്നെ ചെറിയ പെരുന്നാൾ സുദിനവും, പിന്നെ മൂന്നാമത്തേത് വലിയ പെരുന്നാൾ സുദിനവും, പിന്നെ ചെറിയ പെരുന്നാൾ സുദിനവുമാണെന്ന് ഇമാം ഷർവാനി തങ്ങൾ പറയുന്നതായിട്ടും കാണാം. എണ്ണമറ്റ ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന ഈ സുദിനത്തിൽ നോമ്പനുഷ്ഠിക്കൽ ഉത്തമ സമുദായമായ നമ്മുടെ മാതൃകയാണെന്നതിൽ നാം അഭിമാനിക്കേണ്ടവരും അള്ളാഹുവിന് അങ്ങേയറ്റം നന്ദികൾ അർപ്പിക്കേണ്ടവരുമാണ്. ആദ്യത്തെ 7 ദിവസം, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 7 ദിവസത്തേക്കാൾ യൗമുത് തർവിയ ദുൽഹിജ്ജയുടെ 8-ാം ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് എന്നും, ദുൽഹിജ്ജ 10 പെരുന്നാൾ ദിവസമാണ്, അന്ന് നോമ്പ് ഹറാമാണ്, നിഷിദ്ധമാണ് എന്നും ഫുഖഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഈ അറഫ ദിവസത്തെക്കുറിച്ചും ഈ ദുൽഹിജ്ജ 9 ദിവസത്തെയും കുറിച്ച് എന്തിനാണ് പ്രതിപാദിച്ചത്? ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന അനുഗ്രഹങ്ങൾ, നാം ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ പൊളിഞ്ഞു പോവാത്ത വിധത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കണം പെരുന്നാളിലേക്ക് നാം കടക്കേണ്ടത്. പെരുന്നാൾ ദിനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യങ്ങൾ നിറവേറുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പെരുന്നാൾ ആഘോഷം. പുണ്യകർമ്മങ്ങളിലൂടെ പ്രതിഫലാർഹമായ ആഹ്ലാദമാവണം സത്യവിശ്വാസിയുടെ പെരുന്നാൾ. എങ്ങനെയാണ് ഹബീബായ തങ്ങൾ പെരുന്നാൾ ആഘോഷിക്കാൻ കൽപ്പിച്ചത്? പെരുന്നാളിൻ്റെ ചടങ്ങുകളായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് ഏതാണ്? ഇവിടെ ഇനി വിശദീകരിക്കാൻ പോകുന്ന തക്ബീറാണ്. ദുൽഹിജ്ജ പിറന്നത് മുതൽ പെരുന്നാൾ ദിനം വരെ കന്നുകാലികളെ കാണുമ്പോഴും അവയുടെ ശബ്ദം കേൾക്കുമ്പോഴും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ അറഫ നാളിൻ്റെ സൂര്യാസ്തമയം മുതൽ ഇമാം പെരുന്നാൾ നമസ്കാരത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് വരെ സദാസമയവും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ അറഫ നാൾ സുബ്ഹ് മുതൽ ദുൽഹിജ്ജ 13 അസർ വരെ എല്ലാ നമസ്കാര ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതിൻ്റെ വിശദവിവരം ഇവിടെ പറയപ്പെടും. ആ തക്ബീർ യഥാർത്ഥത്തിൽ നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗമാണോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ തക്ബീറുകൾ അധികരിപ്പിക്കുവിൻ, നിങ്ങൾ തക്ബീർ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ പെരുന്നാളിനെ ഭംഗിയാക്കുവിൻ എന്ന് തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ പെരുന്നാൾ ദിവസം അനുഷ്ഠിക്കേണ്ട മറ്റൊരു ആരാധനാ കർമ്മമാണ് പെരുന്നാൾ നമസ്കാരം. ഈ സമുദായത്തിന് സർവശക്തനായ റബ്ബ് കനിനേകിയ സവിശേഷ കർമ്മമാണ് പെരുന്നാൾ നമസ്കാരം. ഇത് നിർബന്ധമല്ലെങ്കിലും ശക്തമായ സുന്നത്താണ്, ഉപേക്ഷിക്കൽ കറാഹത്തുമാണ്. സുന്നത്ത് നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് പെരുന്നാൾ നമസ്കാരങ്ങളാണെന്നും അവയിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമേറിയത് ബലിപ്പെരുന്നാൾ നമസ്കാരത്തിനാണെന്നും ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജമാഅത്തായിട്ടാണ് നമസ്കരിക്കുന്നത് എങ്കിൽ അതിനുശേഷം 2 ഖുത്ബയും സുന്നത്താണ്. പെരുന്നാളിന് വേണ്ടി പ്രത്യേകം കുളിക്കൽ സുന്നത്താണ്. ഈ കുളി നമസ്കാരത്തിന് ഹാജരാകുന്നവർക്കും അല്ലാത്തവർക്കും സുന്നത്ത് തന്നെയാണ്. പെരുന്നാൾ രാത്രി പകുതി കഴിയുന്നതോടെ അതിനുള്ള സമയം പ്രവേശിക്കുകയും പെരുന്നാൾ ദിവസത്തെ സൂര്യാസ്തമയത്തോടുകൂടെ അതിൻ്റെ സമയം അവസാനിക്കുകയും ചെയ്യും. ഏറ്റവും മുന്തിയ ഇനം സുഗന്ധദ്രവ്യങ്ങൾ പൂശലും ഏറ്റവും വിലപിടിപ്പുള്ളതും ചന്തമുള്ളതുമായ ഉടയാടകൾ ധരിക്കലും, ഉളുഹിയ്യത്ത് കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കാത്തവർ നഖം, മുടി അതുപോലെ നീക്കേണ്ട കാര്യങ്ങളൊക്കെ നീക്കലും പ്രത്യേകം സുന്നത്ത് തന്നെയാണ്. ഇതെല്ലാം നമസ്കാരത്തിന് പോകുന്നവർക്കും അല്ലാത്തവർക്കും ബാധകം തന്നെയാണ്. അതുപോലെ നമസ്കാരത്തിനായി പ്രഭാതം വിടർന്നിടം മുതൽ നേരത്തെ തന്നെ പോകുമ്പോൾ ദീർഘമേറിയ വഴിയിലൂടെ പോകലും, തിരിച്ചു മടങ്ങുമ്പോൾ ദൈർഘ്യം കുറഞ്ഞ മറ്റൊരു വഴിയിലൂടെ മടങ്ങലും, നടന്നു തന്നെ പോകലും പ്രത്യേകം സുന്നത്താണ്.
അതുപോലെ പെരുന്നാൾ ദിനത്തിൽ നാം ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഉദ്ഹിയ്യത്ത് കർമ്മം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ സ്വഹാബത്ത് ചോദിച്ചു അത്രേ, എന്താണ് നബിയെ ഉദ്ഹിയ്യത്ത്? അപ്പോൾ സ്വഹാബത്തിന് അള്ളാന്റെ ഹബീബ് കൊടുക്കുന്ന മറുപടി, അത് ഇബ്രാഹിം നബിയുടെ ചര്യയാണ്. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, അതിൽ ഞങ്ങൾക്കെന്ത് പ്രതിഫലമാണ്, അതിൽ ഞങ്ങൾക്കെന്ത് പുണ്യമാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിൻ്റെ തോലിൽ നിന്നുള്ള ഓരോ രോമത്തിനും പകരം നിങ്ങൾക്ക് നന്മകളെ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. ബന്ധുമിത്രാദികളെയും അയൽവാസികളെയും സന്ദർശിക്കലും ബന്ധം പുതുക്കലും അതുപോലെ ആശംസകൾ നേരലും അതുപോലെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകളെ അവരുടെ ഖബറുകളെ സിയാറത്ത് ചെയ്യലും അവർക്ക് വേണ്ടിയിട്ട് പാരായണ കർമ്മങ്ങൾ നിർവഹിക്കലും പ്രത്യേകം ഉത്തരം ലഭിക്കുന്ന രാത്രിയും പകലുമാണെന്ന് ഹബീബായ തങ്ങള് അരുൾ ചെയ്ത ഈ ദിവസങ്ങളിൽ ദുആ അധികരിപ്പിക്കലും പ്രത്യേകം സുന്നത്തുകൾ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ ദിവസത്തിൽ നാം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുടെ ഒരു ചെറു വിവരണമാണ് ഇവിടെ നൽകിയത്. ഇത് അവതരിപ്പിക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നിയേക്കാം, ഇങ്ങനെയാണോ ആഘോഷിക്കേണ്ടത്? ആഘോഷങ്ങൾ ഇങ്ങനെയാണോ? വെറും ആരാധനാ കർമ്മങ്ങൾ മാത്രമാണോ? ആണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇസ്ലാമിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ആഘോഷം തീർത്തും പേക്കൂത്തുകളും തമാടിത്തരങ്ങളും നിറഞ്ഞതാണ്. എങ്കിൽ ഇസ്ലാം കടന്നു വന്നതോടുകൂടെ അത്തരം സ്ഥാനങ്ങളൊക്കെ മാറി ഇസ്ലാം ആരാധനാകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും പരിഗണന നൽകുന്ന മതമാണെന്ന നിലക്ക് പെരുന്നാളുകളും അത്തരത്തിലായിരിക്കണം നാം ആഘോഷിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കന്നിനേകിയ സർവ്വലോക രക്ഷിതാവായ തമ്പുരാനു വേണ്ടി നമുക്ക് കഴിയുന്ന വിധം കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലർക്കും തോന്നിയേക്കാം, ഇങ്ങനെ മാത്രമാണ് നാം ബലിപ്പെരുന്നാൾ ആഘോഷിക്കേണ്ടത്? ഇതിനു പുറമെ നാം ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ഇസ്ലാമിൽ ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് അനുവദനീയമല്ലേ? ആണെൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത ആരാധനാ കർമ്മങ്ങളാവട്ടെ, അതല്ലാത്ത ആഡംബരങ്ങളാവട്ടെ, വിനോദ പ്രവർത്തനങ്ങളാവട്ടെ, അതിനൊന്നും ശർഅ് വിരോധിക്കുന്നില്ല. ഒരു പെരുന്നാൾ ദിവസം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവിടുത്തെ ഓമന പുത്രിയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിയുമായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തിരുന്നുകൊണ്ട് രണ്ട് സ്ത്രീകൾ യുദ്ധചരിത്രങ്ങളും മറ്റുമടങ്ങിയ പാട്ടുകൾ ആലപിക്കുന്നുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ വീടിനെ ഇത്തരം പേക്കൂത്തുകൾക്കുള്ള ഇടമായിട്ട് നീ മാറ്റുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഈ അവസരം അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കട്ടിലിൽ മറുവശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, സിദ്ദീഖേ, നീ സമാധാനിക്ക്. എല്ലാ സമുദായങ്ങൾക്കും ഓരോ പെരുന്നാളുകളുണ്ട്. ഇന്ന് നമ്മുടെ പെരുന്നാളാണ്, ഇത് നമ്മുടെ ആഘോഷമാണ്, അവർ പാടിക്കൊള്ളട്ടെ എന്ന ചരിത്രം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അനുവദനീയമായ ഏത് പ്രവർത്തനങ്ങളും ഏത് ആനന്ദങ്ങളും ഇസ്ലാമിൽ പെരുന്നാളിൽ അനുവദനീയമാണ്. സ്വന്തം വാത്സല്യപുത്രനെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കാൻ സന്നദ്ധത കാണിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആത്മധൈര്യത്തിൻ്റെയും അതിനു മുമ്പിൽ പകച്ചു നിൽക്കാതെ അത് ഭക്തിപൂർവ്വം സ്വീകരിച്ച ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ അനുസരണശീലത്തിൻ്റെയും ഏത് ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ സമർപ്പണ ബോധത്തിൻ്റെയും പാഠങ്ങളിലേക്ക് ഓരോ ബലിപ്പെരുന്നാളുകൾ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുമ്പോൾ ഇസ്ലാമിക പ്രവണതകൾ, ഇസ്ലാം അനുവദിക്കാത്ത ദുഷിച്ച പ്രവണതകളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ ദിവസത്തിൻ്റെ ആ രാവിൻ്റെ പവിത്രത കളഞ്ഞു കുളിക്കുന്നത് ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല. എന്നാൽ ഇന്ന് പലരുടെയും ബലിപ്പെരുന്നാൾ ആഘോഷമെന്നല്ല, പെരുന്നാൾ ആഘോഷങ്ങളൊക്കെയും തെമ്മാടിത്തരങ്ങളും ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മാറിയിട്ടുണ്ട് എന്നത് വളരെ ഖേദകരമായ വസ്തുതയാണ്. പെരുന്നാൾ ദിവസങ്ങളിൽ മദ്യപാനം, ചൂതുകളി, സിനിമ കാണൽ പോലത്തെ തെറ്റായ കാര്യങ്ങൾ ഫാഷനായിട്ടാണ് ഇന്നത്തെ പുതുയുഗം, ഇന്നത്തെ ആധുനിക മക്കൾ കണക്കാക്കിയിട്ടുള്ളത്. സിനിമാ തിയേറ്ററുകളിൽ മുസ്ലിം സഹോദരിമാരുടെ തിക്കും തിരക്കും വളരെയേറെ ലജ്ജാവഹമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. വിനോദങ്ങളും സന്തോഷ പ്രകടനങ്ങളും അനുവദിക്കപ്പെട്ട ദിവസമാണെന്ന സങ്കല്പത്തിൽ പെരുന്നാൾ ദിവസത്തിൻ്റെ തിരുശീലക്ക് പിന്നിൽ നിന്നുകൊണ്ട് എന്ത് പേക്കൂത്തുകളും കാണിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കാൻ, അല്ലാഹുവിന് തൃപ്തിപ്പെട്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അല്ലാഹു പവിത്രത നൽകി ആദരിച്ച ഈ ധനരാത്രിയെ
മോശമാക്കുന്നവൻ വലിയതായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന സന്ദേശമാണ് ഈ സെമിനാറിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബലിപ്പെരുന്നാളിൻ്റെ എല്ലാവിധ പവിത്രതകളും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട മൗലാന ഒരിക്കൽ കുറിച്ചതുപോലെ പിറന്നാളല്ല പെരുന്നാളാണ് എന്ന അവസാനത്തെ ഒരു ഉപദേശം കൂടി നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ സെമിനാർ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.